آل محمد كما باركت على إبراهيم وعلى آل إبراهيم حميد مجيد. أما بعد فإن خير الهدي هدي محمد صلى الله وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في خاشعون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഒരുമിച്ച് ഒരു ദീനി മജ്ലിസിലാണ്, സദസ്സിലാണ് നമ്മൾ ചെലവഴിച്ച എല്ലാ അധ്വാനങ്ങളും എല്ലാ പരിശ്രമങ്ങളും നാളെ നന്മകൾക്കും പ്രതിഫലങ്ങൾക്കും ഏറ്റവും ആവശ്യം വരുന്ന പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന അമലുകളായി അള്ളാഹു നമ്മളിൽ നേവരും ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു കാരപ്പുറം പ്രദേശം എന്നതിലുപരി ദീനീ പരിപാടികളെല്ലാം ഒരാഘോഷം പോലെ അത്യധികമായ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടു കൂടെയാണ് ഇവിടുത്തെ പരിപാടികളിൽ വരുമ്പോഴൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കേവലം ഒരു പ്രസംഗം, ഒരു പ്രഭാഷണം, ഒരു സംഗമം എന്നതിലപ്പുറം ദീനിനെ ശരിക്കും അതിൻ്റെ വളരെ പ്രതിഫലാഗ്രഹത്തോടെയും കാണുന്ന കാരണവന്മാരും അവർക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പുതിയ തലമുറകളെയും കാണുമ്പോൾ ദീനീ സ്നേഹികളായ ഏതൊരുത്തരുടെയും മനസ്സിൽ കൺകുളിർമയുണ്ടാകുന്ന ഒരനുഭവം പറയുകയല്ല. 90കളിൽ ഈ പ്രദേശത്ത് പള്ളികളിൽ ഒരുമിച്ചുകൂടി ദീൻ പഠിക്കുന്ന നമ്മുടെ ഒരു ആദ്യകാലങ്ങളിൽ തന്നെ വന്നു തുടങ്ങിയതാണ് എന്നെ പോലെയുള്ള ആളുകൾ ഈ പ്രദേശത്ത്. അതിനുശേഷം നമ്മുടെ മഹത്തായ ഈ മുജാഹിദ് പ്രസ്ഥാനം പല പ്രതിസന്ധികളിലൂടെയും പല മാറ്റങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴെല്ലാം അതിൻ്റെ വ്യത്യസ്തമായ അനുകൂലമായിട്ടുള്ള അലയൊലികൾ ഉയർന്നു കേട്ട ഒരു പ്രദേശമാണ്. ഒരുപക്ഷെ അതിൻ്റെ അവസാനത്തെ ഏറ്റവും പുതിയ അധ്യായമായിരിക്കും ഈ മനോഹരമായ അള്ളാഹുവിൻ്റെ ഭവനം. ഇത് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ആ പള്ളി കാണുന്നതിൻ്റെ മാനസികമായ അത്യധികമായ ആഹ്ലാദം കൂടെ മനസ്സിലുണ്ട്. അള്ളാഹു എല്ലാം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ മഹല്ല് സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ കോൺഫറൻസുകൾക്ക് തുടക്കം കുറിച്ചത് നമ്മുടെ ജില്ലയിൽ നിന്നാണ്. അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കഴിഞ്ഞു പോയി. അതിൻ്റെ തുടർച്ച എന്നോണം നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാ പ്രദേശത്തും നമ്മുടെ ഫാമിലി കോൺഫറൻസിന് ആളുകൾ വന്നതുപോലെ നമ്മുടെ കക്ഷി സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ദീനി സദസ് എന്ന നിലക്ക് ആ ഫാമിലി കോൺഫറൻസിൻ്റെ ഒരു പ്രാദേശിക രൂപമാണ് നമ്മുടെ ഈ മഹല്ല് സംഗമം. അത് വളരെ മനോഹരമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു എന്നത് സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ പറയേണ്ട ചില വർത്തമാനങ്ങളാണ് ഈ ഒരു പ്രഭാഷണം. ഇതിൽ 3 പ്രഭാഷണം നല്ല സോടുകൂടെ നമ്മുടെ ഈ വൈകുന്നേരം പ്രത്യേകിച്ച് ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല കാറ്റുള്ള ഈ ഒരു ഓപ്പൺ സ്ഥലത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ച് സങ്കീർണതകളോ മാനസികമായിട്ടുള്ള ടെൻഷനുകളോ തിരക്കോ ഒന്നും നമ്മളെ ബാധിക്കാതെ തുറന്നൊരു മനസ്സോടുകൂടെ ഈ പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാനും എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് അറിയില്ല നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതൊരു വാസ്തവമാണ്.
ഒരു പക്ഷെ അള്ളാഹു നമുക്ക് തന്ന പല അനുഗ്രഹങ്ങൾ വരെ നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്ന് തന്നെ ഇല്ല. നമ്മൾ കാണാത്ത നമ്മുടെ ആന്തരാവയവങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ സ്വന്തം ശ്വാസമെടുക്കാൻ പറ്റാതെ ഒരു വെന്റിലേറ്റർ നമ്മളിലേക്ക് കുത്തിക്കേറ്റി നമ്മളെ കിടത്തുമ്പോൾ, യന്ത്രസാമഗ്രികൾക്കിടയിൽ കിടക്കുമ്പോഴായിരിക്കും ആ ഒരു ശ്വാസകോശത്തിന്റെ അനുഗ്രഹം, അത് നമുക്ക് തന്നൊരാശ്വാസം, സമാധാനം ഒക്കെ ഒരുപക്ഷെ അപ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. അതുവരെ ഒരു ശ്വാസകോശം തന്നെ നമ്മുടെ ഉള്ളിലുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. മനുഷ്യന് പ്രത്യക്ഷവും പരോക്ഷവുമായ അനേകം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന മുഴുവൻ സന്തോഷങ്ങളുടെയും അടിസ്ഥാന കാരണം നമ്മുടെ വരുമാനമല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്. എനിക്ക് അത്യാവശ്യം തെറ്റില്ലാതെ ജീവിക്കുവാൻ എനിക്ക് വരുമാനമുള്ളത് കൊണ്ട്, ശമ്പളമുള്ളത് കൊണ്ട്, പെൻഷൻ ഉള്ളത് കൊണ്ട്, വാടകയുള്ളത് കൊണ്ട് എനിക്കൊരു പ്രശ്നമല്ല, വളരെ സുഖമാണ്. അപ്പൊ മറ്റുള്ള ആൾക്കാരും നമ്മളെ നോക്കി പറയും, അവനിപ്പോ എന്താ 40,000 റുപ്യ വാടക കിട്ടും മാസം, എത്ര സമാധാനത്തിൽ, ഒരു ടെൻഷനും ഇല്ലല്ലോ എന്ന് പറയും. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഇടതടവില്ലാത്തൊരു കയ്യിൽ പിന്നെ അവന് പ്രശ്നങ്ങൾ ആളുകളെ തെറ്റിദ്ധരിച്ചത്. അത് പേപ്പറിൽ എവിടെ പോയിട്ടാണ് എന്നെ കുറച്ചു കാലം ഞാൻ എന്റെ പണം മുഴുവൻ തരാം. നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഭംഗി അയാൾ സത്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം എന്റെ എത്തുള്ളൂ. അവസാനം ഇവനെ വിളിച്ചത് എന്താണ്, ഈ എന്തായാലും പൈസ ഞാൻ വൈകുണ്ടോ ചോദിക്കാനാണ് അന്നെ വിളിച്ചത്. അപ്പോ ഏകദേശം വരുമാനം നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ വനുസാരിഉ ലഹാ. നിങ്ങൾ എന്താണ് വിചാരിക്കുക?
ായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പൈസ കൊണ്ട് നിങ്ങൾ എങ്ങനെ പടച്ചാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഭൗതിക ജീവിതത്തിന്റെ തടസ്സങ്ങൾ വരാതിരിക്കുമ്പോ എന്നോടൊക്കെ എന്തോ അള്ളാഹ്ക്ക് കാര്യമായ എന്തോ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കടം വാങ്ങി ബുദ്ധിമുട്ടി ലോൺ എടുത്ത് ഇടങ്ങാറാവുമ്പോ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹു എന്നെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മിക്കവാറും ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. മറ്റു ചില ആൾക്കാർ പറയും, ഞാൻ രാവിലെ ഓടാൻ പോകുന്നുണ്ട്, ഞാനിവിടെ ജിമ്മിന് പോകുന്നുണ്ട്, പിന്നെ ഞാൻ ചെറുപ്പം മുതൽ ഞാൻ അധ്വാനം ചെയ്യുന്ന ആളാണ്, പിന്നെ ഭക്ഷണത്തിൽ എനിക്ക് നല്ല സൂക്ഷ്മതയാണ്, ശ്രദ്ധയാണ്, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ പോണത്. സുഹൃത്തുക്കൾ, അങ്ങനത്തെ എത്ര ആളുകള് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എത്ര പെട്ടെന്നാണ് അവിടെ ഇന്ന് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് കേട്ടു. അപ്പൊ അയാൾ പറഞ്ഞത് 18 വയസ്സായ മോനെ കുറിച്ച് എന്താ ഓന് സംഭവിച്ചത്, ഓനെന്താ നല്ല കളി, എല്ലാ സൗകര്യവും, എല്ലാ വീട്ടിലത്തെ അവന്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ അടുത്ത ഘട്ടത്തിൽ എന്താ പറയണ പറയും, അങ്ങനെ ഒരു ദിവസം ഞങ്ങളൊന്നും ഇല്ലാത്തപ്പോ അവൻ വീട്ടിൽ വന്നു. എന്നിട്ട് എന്തിയായി, പിന്നെ ഓനെ പറ്റി ഒരു വിവരമില്ല. പിന്നെ ഞങ്ങൾ വന്നു നോക്കുമ്പോൾ അവൻ അങ്ങനെ വീട്ടിലുള്ള ഒരു സ്ഥലത്ത് തൂങ്ങി കിടക്കുന്നുണ്ട്, മരിച്ചു. എന്തിപ്പോ ഒരു 18 വയസ്സായ ഒരു ചെറുപ്പക്കാരന് എന്താ തൂങ്ങി മരിക്കേണ്ട ആവശ്യം? ഇന്നും വാപ്പാക്കും ഉമ്മാക്കും അത് മനസ്സിലായിട്ടില്ല. അയാൾ കരഞ്ഞ് കണ്ണിൽ വെള്ളം നിറച്ച് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെടുത്ത് വന്നത് അത് പറയാനല്ലേ, എന്തിനാച്ചാൽ അവന്റെ ഉമ്മാക്കൊരു ചിന്തപ്പോ തൂങ്ങി മരിച്ചതല്ലേ, അപ്പൊ ഓൻ നരകത്തിലല്ലേ, അപ്പൊ എന്റെ മകൻ നരകത്തിൽ പോവൂലേ? അങ്ങനെ തന്നെയാണോ, നരകത്തിൽ തന്നെയാണോ തൂങ്ങി മരിച്ചാൽ? അത് ആ സംശയം എൻ്റെ വൈഫിനൊന്ന് തീർത്തു കൊടുക്കണം. കാരണം ഓളിപ്പോ ഉറങ്ങണില്ല, നമുക്ക് സമാധാനമില്ല എന്താണെന്ന്. അപ്പൊ ഞാൻ മനസ്സിലാച്ചു, ഇവൻ നരകത്തിൽ പോകുമോ എന്നൊരു പേടി മരിച്ചപ്പോഴാണ് ഉമ്മാക്ക് വന്നത് അല്ലെ. മരിക്കണത് വരെ അവൻ നരകത്തിൽ പോകുമോ എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ വിദ്യയൊക്കെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരോട് വിളിക്കാൻ പറഞ്ഞടി. അതിന്റെ ഒപ്പം തൂങ്ങി മരിക്കുക എന്നത് കുഫറല്ലല്ലോ, ദൈവനിഷേധമല്ല. തെറ്റുകൾ പല രൂപത്തിലുണ്ട്, പല തെറ്റുകളുണ്ട്. അപ്പൊ ഒരാൾ തൂങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാകണില്ല. കാഫിറാകാത്ത ഒരാളെ കുറിച്ചും നരകാവകാശി എന്ന് നമുക്ക് പറയാൻ പറ്റൂല. തൂങ്ങി മരിക്കുന്നത് തെറ്റാണ്, നരകം കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പാപമാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും എന്താണ്, യഥാർത്ഥത്തിൽ തൂങ്ങി മരിച്ചു എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതുകൊണ്ട് നരകത്തിലാണെന്ന് പറയാൻ പറ്റൂലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ആരോഗ്യം കൊണ്ടാണ്, പണം കൊണ്ടാണ്, ഞങ്ങളെ കുടുംബങ്ങളെ കൊണ്ടാണ്, ചുറ്റുപാടുകളെ കൊണ്ടാണ് ഞാനൊക്കെ ഇങ്ങനെ സമാധാനമായി പോകുന്നത് തെറ്റാണ് സുഹൃത്തുക്കളെ. ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ സന്തോഷത്തിന്റെ കാരണം എന്താ നിങ്ങൾ, എൻ്റെ നിങ്ങളെ മനസ്സിലുള്ള ഈ ദീനാണ്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പ്രസംഗിക്കാൻ വേണ്ടി പറയല്ലോ. ഇങ്ങക്ക് എപ്പോഴെങ്കിലും ഒരു മനസ്സമാധാനമോ മനസ്സന്തോഷമോ തോന്നുന്നുണ്ടെങ്കിൽ അത് ദീന് കൊണ്ട് മാത്രം, വേറൊന്നുകൊണ്ടും മനസ്സമാധാനം കിട്ടില്ല. അതാണ് നമ്മുടെ എല്ലാവരുടെയും സമാധാനത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ഇത് വെറുതെ വ്യാഖ്യാനിച്ചും വിശദീകരിച്ചൊന്നും പറയേണ്ട. പെങ്ങളൊക്കെ ഇപ്പോ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടല്ല ഇവിടെ ഇരിക്കുന്നത് അല്ലെ. മഗ്‌രിബ് നിസ്കാരം ഈ മനുഷ്യന്റെ സമാധാനക്കേട്, ചുടുവെള്ളം കിട്ടി, മനുഷ്യന്റെ ഒക്കെ സമാധാനക്കേടിന്റെ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ, ഇങ്ങനെ ആലോചിക്കും. എവിടെയെങ്കിലൊക്കെ ഒരു ഒഴിവിട്ടിരുന്ന് ഇങ്ങനെ ആലോചിക്കും. എന്താ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ആലോചിക്കാം? നിങ്ങൾ ഏത് പ്രായക്കാരനെ ഇരുന്ന് ആലോചിച്ചാലും നമ്മക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമാണോ ജീവിതത്തിൽ വരാനിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ആലോചിക്കുക. മകളെ കല്യാണം നടത്തണ്ടേ, അല്ലെങ്കിൽ മകനൊരു ജോലി വേണ്ടേ, ഓന് കോളേജ് കിട്ടിയാൽ പഠിപ്പിക്കാൻ ഫീസ് എവിടുന്ന നമ്മൾ കൊടുക്കുക, അസുഖം വന്നാൽ എവിടുന്ന ചികിത്സിക്കുക, എനിക്ക് ക്യാൻസർ വന്നാൽ ഞാൻ എന്താക്കുക, എനിക്ക് ഡയാലിസിസ് വേണം എന്ന് പറഞ്ഞാൽ എവിടുന്ന പൈസ ഉണ്ടാകുക. ഇതൊന്നും ഇപ്പൊ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഞമ്മക്കൊരു ഒഴിവ് കിട്ടിയാൽ ഞമ്മക്ക് ആലോചിച്ച് സങ്കടപ്പെടാനും വിഷമിക്കാനും ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെ പോസിറ്റീവായി ചിന്തിപ്പിക്കുക, മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന കാര്യങ്ങൾ ചിന്തിക്കുവാനാണ്. അപ്പൊ നിങ്ങൾ നിസ്കരിച്ചില്ല, അപ്പൊ നിസ്കരിച്ചപ്പോഴത്തെ ഒരു കാര്യം, നമ്മൾ നിസ്കരിച്ചില്ലേ, അൽഹംദുലില്ലാഹ്. നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചു, നിങ്ങളൊക്കെ നിസ്കരിച്ചു, നിങ്ങളൊക്കെ ഫാത്തിഹ ഓതി. ശരിക്കും നിങ്ങൾ ആ ഫാത്തിഹ മനസ്സ് തട്ടി ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു സമാധാനം കിട്ടും.
കാരണം ഒരു പോസിറ്റീവായ ചിന്ത. എപ്പോഴും ദുഃഖങ്ങളും വിഷമങ്ങളായിട്ട് ഇരിക്കുന്ന ഒരുത്തൻ ആ ബാങ്ക് കേട്ട് പള്ളിക്ക് വന്ന് നിസ്കരിക്കാൻ നിന്ന് പാത്തി ഓതുമ്പോൾ ഒരു സംഭവം വെറുതെ നിങ്ങൾ ഞാൻ ആ പറഞ്ഞ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് ഓതി വെക്കും. നിങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തുതി. എന്തൊരു സ്തുതി പറയുമ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഓർമ്മ വരും. അല്ല എന്തൊക്കെ നമുക്ക് തന്ന് പടച്ചോനെ പള്ളിക്കൊക്കെ വന്ന് നിസ്കരിച്ച് നിനക്ക് ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ ആരോഗ്യവും സമാധാനവും മക്കളും കുട്ടികളും എന്തൊക്കെ അനുഗ്രഹമാണ്. ആർക്കാണ് നമ്മൾ സ്തുതി പറയുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു. അല്ലാഹു അല്ലാത്ത എല്ലാ സൃഷ്ടിജാലങ്ങളെയും എല്ലാറ്റിനും പറയുന്ന പേരാണ്. അതിന്റെ മുഴുവൻ പരിപാലകനായ അള്ളാഹു എന്ന് പറയുമ്പോഴേക്കിന് നമ്മളെ പേടി പോയി സുഹൃത്തുക്കൾ. ഈ ലോകത്ത് എന്തെങ്കിലും നമുക്ക് പേടിക്കാൻ അള്ളാഹിനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന, സൂര്യനെ ഉദിപ്പിക്കുന്ന അസ്തമിപ്പിക്കുന്ന, സർവ്വ ജീവജാലങ്ങൾക്കും തീറ്റ കൊടുക്കുന്ന, രാപ്പകലുകളെ മാറ്റുന്ന പടച്ചോന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടല്ലതൊന്നും പറയണത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ നാമങ്ങളിൽ അതിവിശിഷ്ടമായ വല്ലത്. അള്ളാന്റെ സ്നേഹത്തിന് കണക്കില്ല എന്നാണ്, പരിധിയില്ല എന്നാണ്. അളവറ്റ ദയാപരൻ പരമകാരുണ്യകൻ. അത് അള്ളാനെ പറ്റി മനസ്സിലാക്കി ഒരുത്തം പറഞ്ഞാൽ ഞാൻ എന്താ കാട്ട്, എന്റെ ബുദ്ധിമുട്ട് ഇടങ്ങർ, അങ്ങനെ ഒരു ചിന്തല്ല സുഹൃത്തുക്കൾ. അള്ളാഹുവിന്റെ ഖജനാവിൽ എടുത്താ തീരാത്തതുണ്ട് എന്നാണ്. പിന്നെന്താണ് മനസ്സിക്ക് വരുന്നത്? പരലോകമാണ്. പരലോകം മനസ്സിക്ക് വന്നാൽ സമാധാനം കിട്ടാത്ത ആരും ഉണ്ടാവൂല. കാരണം പരലോകം എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അത് നമുക്ക് നൽകുന്ന പ്രതീക്ഷ വല്ലാത്തതാണ്. പ്രതീക്ഷ മതി സുഹൃത്തുക്കൾ, പ്രതീക്ഷ മതി. മനസ്സിലായില്ലേ? ക്യാൻസർ വന്ന് എല്ലാം പരാജയപ്പെട്ടിട്ട് അവസാനം ഇനി ചികിത്സിച്ചാൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ വിളിച്ചു. അപ്പൊ ഞാനൊരു ഹോമിയോ ഡോക്ടറെ പറഞ്ഞു കൊടുത്തു. അലോപ്പതിക്കാരത്തിന് ചികിത്സ അല്ല പറഞ്ഞപ്പോ ഒരു ഹോമിയോ ഡോക്ടറെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ ഹോമിയോ ഡോക്ടറെടുത്ത് പോയി തിരിച്ചു വരുമ്പോ അയാൾ നമ്മളെ പള്ളിയിൽ വന്ന് ഇന്നെ പറഞ്ഞത് ഇപ്പൊ സമാധാനമായി. ഇപ്പൊ എന്തേ സമാധാനമായത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹോമിയോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മരുന്നുണ്ട്, ഞാൻ പറയണ മരുന്ന് നിങ്ങൾ ശരിക്ക് കഴിക്കും, ഞമ്മക്ക് ഇതിൻകാരുണ്ട്. അത്ര പ്രതീക്ഷ മതി സഹോദര, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറാൻ. വിവാഹം കഴിഞ്ഞ് പിണങ്ങി മക്കളുമായി വീട്ടിൽ വന്നിരിക്കുന്ന മകൾ ഇപ്പോഴത്തെക്കാളും നല്ലൊരു വിവാഹത്തിലൂടെ നല്ലൊരു ജീവിതത്തിലേക്ക് എന്റെ മോൾ പോകും, അതൊരു പ്രതീക്ഷയാണ്. അത് മതി. രോഗത്തിൽ കിടക്കുന്നവര് മാറുമെന്ന പ്രതീക്ഷ മതി. കടക്കാരന് വീടുമെന്ന പ്രതീക്ഷ മതി. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എന്താണ് പ്രയാസം? അവിടെയാണ് പരലോകം. അതൊരു പ്രതീക്ഷയാണ് സുഹൃത്തുക്കളെ. എന്താണ് പ്രതീക്ഷ? അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യസ്തഖീം. വല്ലാഹു യദ്ഉ ഇലാ ദത്തിന്റെ വീട്ടിലേക്കാണ്. സമാധാനത്തിന്റെ പേര് സമാധാനത്തിന്റെ വീട്. സമാധാനക്കേട് ഇല്ലാത്ത ഒരു ലോകമാണ് സ്വർഗം. അവിടെ ഉണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അവിടെ ഉണ്ട്. ഒരു പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സംഘാടകർ പറഞ്ഞു, ഈ വീട്ടിൽ എന്തായാലും നിങ്ങളൊന്ന് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരാം. എന്താ വെച്ചാൽ അവിടെ ഒരു കുട്ടിയുണ്ട്, അവന് നടക്കാനൊന്നും കഴിയില്ല, പക്ഷെ നല്ല ബുദ്ധിയാണ്. അപ്പൊ നിങ്ങളെ പ്രസംഗങ്ങളും നമ്മളെല്ലാവരും പ്രസംഗവും കേൾക്കും. അപ്പോൾ ഒരു പരിപാടിക്ക് വന്നിട്ട് എന്തായാലും നിങ്ങളെ കാണാൻ കഴിയൂലല്ലോ, അപ്പോൾ നിങ്ങളെന്ന് കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു, തൊട്ട് വീടാണ്. ഞാൻ ചെന്നു. അവൻ എഴുന്നേൽക്കാൻ കഴിയാത്ത, അവൻ കഴിയുന്ന പോലെ പിടിച്ചിരുത്തി വർത്താനം പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നമ്മളൊക്കെ നടക്കുന്നതിനേക്കാളും സുന്ദരമായ ആരോഗ്യത്തോടുകൂടെ നമ്മളൊക്കെ സ്വർഗത്തിൽ വരും. ഇത് കുറച്ചല്ലേ, കുറച്ചു കാലല്ലേ, എന്താ അതിനെ പറ്റി ആലോചിക്കാൻ. ഈ ശരീരത്തിന്റെ എല്ലാ വൈകല്യങ്ങളും മാറി സ്വർഗത്തിൽ വരും. നിനക്ക് കിട്ടുന്ന കൂലി എൻ്റെ ഈ വാപ്പാക്കും ഉമ്മാക്കും അഞ്ചന്മാർക്കും ജ്യേഷ്ഠന്മാർക്കും ഒന്നും കിട്ടൂല. കാരണം അവർക്ക് നടക്കാൻ കഴിയൂല, അവർക്ക് ഇരിക്കാൻ പറ്റൂലേ, അവർക്ക് സ്വന്തം ഭക്ഷണം വാരി കഴിക്കാൻ പറ്റൂല. അതൊന്നും നിനക്ക് പറ്റൂലല്ലോ, അതിനൊക്കെ നിനക്ക് കൂലിയല്ലേ.
അതിനൊക്കെ നിനക്ക് കൂലിയല്ലേ? ഇന്നമായു പ്രതിഫലം മാത്രമാണ്. ക്ഷമിക്കുന്നവനും സഹി പ്രതിഫലം. നിങ്ങളുടെ കൂടെ സ്വീകരിച്ചതാണ്. എന്താണ്? നിങ്ങൾ ക്ഷമിച്ചതിന്, നിങ്ങൾ സഹിച്ചതിന് ഉള്ള പ്രതിഫലമാണെന്ന് പറഞ്ഞിട്ടാണ് സ്വർഗത്തിൽ പ്രതിഫലം തീരുക. ഞാൻ എന്തേ പറഞ്ഞു സുഹൃത്തുക്കളെ? ദീനോണ്ടാണ് സമാധാനം, മറ്റൊന്നുകൊണ്ട് കിട്ടുക. അതുകൊണ്ടാണ് ഈ ദീന് നമ്മളെ കയ്യിൽ തന്നിട്ട് പറഞ്ഞത് എന്റെ അനുഗ്രഹം ദീൻ പൂർത്തിയാക്കി തന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു. ഏതാ അനുഗ്രഹം? ദീന്. ദീന് കൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരവും ഗുണവും മറ്റൊന്നുകൊണ്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ദീൻ നമുക്കൊക്കെ അറിയാം, അത്യാവശ്യം ഇവിടെ പ്രസംഗിക്കുന്നു മടങ്ങൊക്കെ അറിയാം. പക്ഷെ അറിയണത് പാലിക്കണേ, അതാണ് നമ്മളെയൊക്കെ പ്രശ്നം. നമ്മുടെ എത്ര ശതമാനം ആളുകൾ ഈ ഇരിക്കുന്നവരിൽ ഈ പള്ളിക്ക് സുബൈക്ക് വരാൻ പറ്റിയ ആൾക്കാരുണ്ടാവും? എത്ര ആൾക്കാരുണ്ടാവും? എത്രയോ ആളുകൾ, അവരൊക്കെ ഈ സുബൈക്ക് പള്ളി കയറും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ലേ, എല്ലാം നാട്ടിലത്തെ അവസ്ഥ വെച്ചിട്ടാണ്, അല്ല കാരപ്പുറത്തെ അവസ്ഥ വെച്ച് പറയല്ലേ. മനസ്സിലായി? എത്ര ആളുകൾ വരാത്തവരുണ്ടാകും. അവര് മനസ്സിലാക്കണില്ല എന്ത്? ഈ ദീനാണ് എന്റെ നിലനിൽപ്പ്, ഈ ദീനാണ് എന്റെ സമാധാനം, ഈ ദീനാണ് എന്റെ പ്രതീക്ഷ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവൻ കരുണ കിട്ടാനാണ് നബിയെ പറഞ്ഞയച്ചത്. നിന്റെ സന്ദേശങ്ങൾ എവിടെയുണ്ടോ, നിന്നെ പിൻപറ്റുന്നവരെവിടെയുണ്ടോ, അവർക്ക് കരുണ കിട്ടും നിന്നെ കൊണ്ട്. നിന്റെ ദീന് കൊണ്ട് അവർക്ക് കാരുണ്യം കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, അവർക്ക് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീന് അതാണ് നമ്മുടെ അടിസ്ഥാനം. അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുനടക്കണം. ഈ മഹല്ല് സംഗമത്തിൽ നമ്മുടെ മനസ്സിൽ പതിയേണ്ട ഒരു വാക്ക് അതാണ്. ഞാൻ ഇനി മനസ്സിലാക്കിയതിനനുസരിച്ച് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചു. സക്കാത്ത് ഒന്ന് കണക്കൂട്ടി വെക്കണം. ജമാഅത്തിന് പള്ളിക്കുന്ന നിസ്കാരമുണ്ട്, വേറെ എവിടെ നിന്ന് നിസ്കാരമില്ല. ഞാൻ ഷേഖ് സാലിഹ് ബിൻ ഹുസൈമിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് ചാനലുണ്ട്, ഇപ്പൊ കേട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പടത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകാത്ത പുരുഷന് ആ നിസ്കാരം പള്ളിയിൽ നിന്ന് നിസ്കരിക്കാത്തതിന് അയാൾക്ക് ശിക്ഷ കിട്ടും. വല്ലാത്ത വാക്കുകളാണ്. എത്ര ഹദീസുകളാണ് അയാൾ ഉദ്ധരിച്ചത്. പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റുന്ന ഒരാൾ ആ വക്തിന് പള്ളിയിൽ എത്തിയില്ലെങ്കിൽ ആ വീഴ്ചക്ക് അയാൾക്ക് എന്ത് ചെയ്യും? പടച്ചോനിന്ന് ശിക്ഷ കിട്ടുന്നതാണ് ഒരു പുരുഷൻ. എത്ര ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ. ഇങ്ങനെയൊക്കെ പാലിക്കണുണ്ട നമ്മൾ. മനസ്സിലായില്ലേ? ഒരാള്, നമ്മളൊക്കെ ഓഫീസിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരാൾ അറ്റസ്റ്റേഷന് വേണ്ടി ഒരു പേപ്പർ കൊണ്ടുവന്നു. എന്താ പേപ്പർ? അതിന് അയാൾ എന്ത് ചെയ്യാണ്? ഒരാൾക്ക് ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് ജാമ്യം നിൽക്കണം. ആ ജാമ്യം നിൽക്കുന്ന വ്യക്തിയെ ഓതറൈസ് ചെയ്യാനുള്ള ഒപ്പിനാണ് വന്നത്. നമുക്ക് പലിശയുമായിട്ടുള്ള സാക്ഷ്യം വഹിക്കലോ അതുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല. നമുക്ക് ഈ ഉദ്യോഗസ്ഥനെ ഓതറൈസ്, ഇയാളൊരു ഉദ്യോഗസ്ഥനാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, സാലറി വാങ്ങുന്ന ആളാണ് എന്ന് ഓതറൈസ് ചെയ്യലാണ് നമ്മുടെ ഉത്തരവാദിത്തം. പക്ഷെ അതിനു വേണ്ടി ഒപ്പിടുമ്പോഴും അയാൾ എന്നോട് ചോദിച്ചു, ഇങ്ങക്ക് ഇതിൽ ഒപ്പിടാൻ പറ്റൂ, നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനത് അവിടെ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൃത്തെ, നിനക്കറിയോ, നീ ഈ ലോൺ എടുക്കുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷയാണോ കിട്ടുക അത് നിനക്ക് കിട്ടും. എന്തിനാണ് നീ വാങ്ങണത്? അവൻ ഒരു പക്ഷേ വീടുണ്ടാക്കാൻ നിവർത്തില്ലാഞ്ഞിട്ടാവാം, അവൻ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു ഹോസ്പിറ്റൽ കേസിലാകാം. എന്തിനാണെങ്കിലും ലോൺ എടുക്കാൻ പറ്റൂല, പലിശയല്ലേ. പക്ഷെ നീ എന്തിനാണ് ഒപ്പിടുന്നത്? അവൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അണക്കാരിയോ നരകം എന്താണെന്ന്? മഹാപാപങ്ങളിൽപ്പെട്ട പലിശന്റെ ഭാഗമാവുകയാണ്. നീ എന്തിനാ അത് ചെയ്യണത്? കുടുംബക്കാരനല്ലേ, ബന്ധുവല്ലേ? ചോദിക്കുമ്പോ എങ്ങനെ വേണ്ടെന്നറിയാം. ഇത്രയുള്ളൂ ദീന്. നമ്മൾ ആളുകൾക്ക് നരകം ഇത്രയേ ഉള്ളൂ. യുബസ്സറൂനഹും മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി. നരകം പറഞ്ഞാ മനസ്സിലാകാത്ത ആൾക്കാർക്ക് നരകത്തിന്റെ മുന്നിൽ നിൽക്കണോന്റെ ബേജാറ് അള്ളങ്ങനെ ചിത്രീകരിച്ച് കാണിച്ചു കൊടുക്കുക.
നരകത്തിന്റെ മുന്നിൽ നിൽക്കണവന്റെ അവസ്ഥ ആ നിർത്തി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് പടച്ചോൻ. യുബസ്സറൂനഹും, നരകത്തിന്റെ മുന്നിൽ വെച്ച് ബന്ധുക്കളും കുടുംബങ്ങളും പരിചയക്കാരും ഒക്കെ തമ്മിൽ കാണുമ്പോ എന്താണ് രംഗങ്ങൾ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ത്യാഗം ചെയ്തവനാണ്. പെങ്ങളെ കെട്ടിക്കാൻ 25 കൊല്ലം ഗൾഫിൽ നിന്ന ആളാണ്. ഭാര്യനെ സ്നേഹിച്ചിട്ട് ഭാര്യയ്ക്ക് വേണ്ടി ജീവിതത്തിൽ എല്ലാം ചെലവഴിച്ചവനാണ്. മക്കളെ പഠിപ്പിക്കാൻ സമ്പത്ത് മുഴുവൻ വെറ്റിത്തുലച്ചവനാണ്. ഈ മക്കളെയും ഭാര്യനെയും ഒക്കെ പാടങ്ങനെ നരകത്തിന്റെ മുന്നിൽ കാണുമ്പോ എന്താ പറയണത്? യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി. ഒരു കുറ്റവാളി ആഗ്രഹിച്ചു പോകും, എന്റെ മക്കളെ തരാം, എന്റെ ഇണയെ തരാം. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, ഭൂമിയിലുള്ളവരെ മുഴുവൻ തരാം, എന്നിട്ട് ഇന്നെ രക്ഷപ്പെടുത്തുന്നതാണ്. ആ നരകത്തെ കുറിച്ച് അറിയോ? ഈ ഒപ്പിടാൻ പോയതിനെ അറിയോ? ആ നരകത്തെ കുറിച്ച് അറിയില്ല. സുഹൃത്തുക്കളെ, അതിന്റെ ഗൗരവവും മഹത്വവും നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദീൻ നമ്മൾ പാലിക്കണം. വ്യക്തി ജീവിതത്തിൽ പാലിച്ചു നോക്കി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം സ്വകാര്യ ജീവിതത്തിൽ പാലിച്ചു നോക്കി. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഒരു മറയാണ്. പുറത്തേക്ക് നമ്മളിങ്ങനെ കാണുമ്പോ ദീനിന്റെ ആളായി, അതിന്റെ മുഴുവൻ കുത്തക അവകാശിയായി, പാരമ്പര്യവാദിയായി ഒക്കെ നമ്മളിങ്ങനെ മാറും. ഈ ഒരു ചെറിയൊരു പള്ളിക്കേസിൽ കമ്മീഷൻ വന്നതാണ്. ആ കമ്മീഷൻ വന്നപ്പോ അതിന്റെ മുന്നിൽ വെച്ചിട്ട് അവിടുത്തെ തറവാട് മുജാഹിദുകളായിട്ടുള്ള ചില മുജാഹിദ് കാരണവന്മാര് അവിടെ ഇങ്ങനെ നല്ല ചെറുപ്പക്കാരായ പള്ളിയെ കൊണ്ടുനടക്കുന്ന ചെറുപ്പക്കാരായ ആൾക്കാരെ നോക്കിയിട്ട് അയാൾ ചോദിക്കുകയാണെന്ത്, ഇവരൊക്കെ എന്ന് വന്നതാ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക്? ജന്മനാ മുജാഹിദ് പ്രസ്ഥാനത്ത് ജനിച്ച ഒരാളുണ്ടോ ഇവിടെ? ഒരു കാരണവര് വിളിച്ചു ചോദിക്കുക. മനസ്സിലായി? അതാണ്. ഇതൊക്കെ എവിടുത്തെ പാരമ്പര്യമാണ് സുഹൃത്ത്. ഞാൻ ചോദിച്ചതിനെ പറ്റില്ല. അത് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പോണത്. നമ്മക്കൊന്നും ഒരു കുഴപ്പം പറ്റൂല. നമ്മളെ ദീനൊക്കെ കറക്റ്റാണ്. നമ്മളൊക്കെ പാരമ്പര്യമായ മുജാഹിദുകളാണ്. നമ്മളൊക്കെയാണ് ഈ പള്ളി ഉണ്ടാക്കിയത്, ഇത് കൊണ്ടുനടന്നത്. ഇവിടെ നമ്മളില്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഉണ്ടാവൂല. ഇതൊക്കെ പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ആ കാരണവന്മാരുടെ കുട്ടികൾ തിരിഞ്ഞു ചോദിക്കുകയാണ്, എന്ത് സുബൈക്ക് ഈ പള്ളിക്ക് എന്തെങ്കിലും ഒരു വക്ത് നിങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊരു ചെറുപ്പക്കാരൻ തിരിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മറുപടി? നമ്മൾ 50 കൊല്ലായി മുജാഹിദ് പ്രസ്ഥാനത്ത് പറയണവനും ഇന്നലെ മുജാഹിദക്ക് വന്ന് പള്ളിക്ക് വരാൻ തുടങ്ങിയതിനും വെക്കുമ്പോ ആരാ സുഹൃത്തുക്കളെ മേലെ? ആരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയൻ? ആരാണ് അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുന്നവൻ? ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, വ്യക്തി ജീവിതത്തിൽ പാലിക്കണം. 8 വയസ്സായ ഒരു കുട്ടി, 8 വയസ്സ് പറഞ്ഞാൽ എത്ര ചെറുപ്പമാവും സുഹൃത്തുക്കളെ? ഒരു 2ാം ക്ലാസ്സിലൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഓന്റെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ഓൻ എന്താ, ഈ പെണ്ണുങ്ങൾ അശ്ലീലമായ പോൺ സൈറ്റ് കാണുക. 8 വയസ്സ്. അപ്പൊ സ്ത്രീനോട് ചോദിക്കുന്നത്, ഈ 8 വയസ്സായ കുട്ടിക്ക് ഇത് കണ്ടാൽ എന്തെങ്കിലും തോന്നുമെന്ന്? മനസ്സിലായി? അവസാനം എന്ത് ചോദിച്ചു? ആ സ്ത്രീ തന്റെ ഭർത്താവിനെ ഒഴിവാക്കിയത് എന്തിനാണ്? ഇയാൾ ഈ പോൺ സൈറ്റ് കണ്ടിട്ടാണ്. ഭർത്താവിന് ആ വാപ്പ കണ്ട പോൺ സൈറ്റ്, ആ വാപ്പ കണ്ട അശ്ലീലങ്ങൾ മക്കൾ കാണുന്നു. മനസ്സിലായി? ഒരു 24 വയസ്സായ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. എൻ്റെ പേര് ഞാൻ അങ്ങോട്ട് പറയണില്ല, ഒന്നും ഞാൻ അങ്ങോട്ട് പറയണില്ല. വാപ്പ 5 കൊല്ലമായിട്ട് ഒരു പെണ്ണിന് ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട്, വീഡിയോ കോളുണ്ട്, ഒക്കെ ഉണ്ട്. അതൊരു നല്ല ഫോണല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, തെളിവുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ തെളിവാണ്. വാപ്പാന്റെ സ്വകാര്യതകൾ അന്വേഷിച്ചു പോയി വാപ്പാനോടുള്ള മതിപ്പ് പോകണ്ട. ഞാൻ എഞ്ചിനീയറാണ്, എനിക്ക് പറ്റും. വാപ്പാന്റെ എല്ലാ തോന്നിയാസങ്ങളും കണ്ടുപിടിക്കാൻ മൊബൈൽ വെച്ച് എനിക്ക് പറ്റും. പക്ഷെ എന്തിനു ഞാൻ അതിന് പോകണമെന്ന് ആലോചിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ ഒരു മെസ്സേജ് പറയാം. അപ്പൊ ഒരു മെസ്സേജ്, മോളുണ്ട് ഇവിടെ, ഇപ്പോൾ വിളിക്കരുത് എന്നൊരു മെസ്സേജ് ഞാൻ കണ്ടു. പിന്നെ വീഡിയോ കോളുകളൊക്കെ 1 മിനിറ്റ് 2 മിനിറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വാപ്പാന്റെ നമ്പർ വേണ്ട. നീ വാപ്പാന്റെ മുഖത്ത് നോക്കി, നിങ്ങൾ ഏതോ ഒരു പെണ്ണിന് ചാറ്റ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ വാപ്പ മകൻ എന്നുള്ള ഒരു പരിശുദ്ധ ബന്ധമില്ല. മാത്രല്ല, അവന്റെ വാപ്പനെ കുറിച്ച് അവൻ പറയുമ്പോൾ അയാൾ അത്രയും പ്രശസ്തനും നാട്ടിൽ അംഗീകാരമുള്ളവനും പള്ളിക്കമ്പറ്റിക്കാരനും അവിടുത്തെ മസ്ലഹത്തുകാരനും മധ്യസ്ഥനും ഏറ്റവും വലിയ അവിടുത്തെ കാരണവരും ഒക്കെയാണ്. മനസ്സിലായി? ഞാൻ അയാൾക്ക് വിളിച്ചു. ഞാൻ അയാളുടെ ഫോണിൽ വിളിച്ചു. മക്കൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയാ, എന്ത് പറഞ്ഞാൽ എന്നെ എത്രയോ വാപ്പാർക്ക് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ വിളിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, സുഹൃത്തുക്കളെ, രഹസ്യമായി ഭാര്യയുടെ കണ്ണുകൾ ഉറങ്ങിക്കഴിഞ്ഞാൽ, ഭർത്താവ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, മനസ്സിലായി, അങ്ങാടിയിൽ ആരുമില്ലാത്ത വഴികളിലൂടെ പോയി പറ്റുന്നുണ്ടോ? നമുക്ക് പറ്റുന്നുണ്ടോ? അലാ യഅലമു മൻ ഖലഖ
വഹുവൽ ലത്തീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ്. സൃഷ്ടിച്ചവൻ അറിയില്ലയോ? സൃഷ്ടിച്ചുണ്ടാക്കിയ പടച്ചവൻ അറിയില്ലയോ? അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ. അവൻ സൂക്ഷ്മജ്ഞാനിയും നിഗൂഢജ്ഞാനിയുമല്ലയോ? അഫലാ യഅലമു ഇദാ ബുഅ്തിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. അവരുടെ റബ്ബ് അവരെക്കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായി നിഗൂഢമാകുന്നു. നോട്ടങ്ങളും മനസ്സിൽ മറച്ചു വെക്കുന്നതും അവൻ അറിയുന്നവനാകുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കുന്ന ഏറ്റവും മാരക സൂക്ഷ്മതയില്ലാത്ത ബന്ധങ്ങളാണ്. ഇതിന്റെ വാക്കല്ല, അള്ള സർട്ടിഫിക്കറ്റ് തന്ന് ഉറപ്പിച്ച് നമുക്ക് തന്നൊരു വാക്കുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു തീർച്ച. വിശ്വാസി വിജയിക്കും ഇഹലോകത്തും പരലോകത്തും. അവന്റെ സർവകാര്യങ്ങളിലും അവൻ വിജയം കൈവരിച്ചിരിക്കും. എല്ലാ നഷ്ടങ്ങളിൽ നിന്നും അവൻ മുക്തനായിരിക്കും. എന്താണ് അവന്റെ പ്രത്യേകതകൾ എണ്ണിപ്പറയുമ്പോൾ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭക്തിയോടുകൂടെ അവൻ നിസ്കരിക്കും. ഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ പറ്റാത്തത് എന്ത്? അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് കൈകെട്ടി നിൽക്കുമ്പോൾ നാം ചെയ്ത അപരാധങ്ങളും തിന്മകളും രഹസ്യങ്ങളിൽ ചെയ്ത പാപങ്ങളും മനസ്സിലേക്ക് വരുമ്പോൾ കുറ്റബോധത്തോടെയല്ലാതെ, മനസ്സാക്ഷിക്കുത്തോടെയല്ലാതെ, അപകർഷതയോടെയല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ അവന് പറ്റില്ല. അവന്റെ തിന്മകൾ മനസ്സിൽ അങ്ങനെ വന്ന് ചിന്തകൾ മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ഫാത്തിഹ സൂറത്തും സൂറത്തുകളും തസ്ബീഹുകളും ദിക്റുകളും പ്രാർത്ഥനകളും ഭക്തിയോടുകൂടെ ചെല്ലാനാവുക? ഭക്തിയോടെ നിസ്കരിക്കും. എല്ലാം പറഞ്ഞു. വല്ലദേനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങളിൽ നിന്നും അവർ പിന്തിരിയുന്നവരാകുന്നു. വല്ലദേനഹും ലിസ്സകാത്തി ഫാഇലൂൻ. വളരെ കൃത്യമായി അവർ അവിടെ സക്കാത്തുകൾ കണക്കൊത്ത് നിർവഹിക്കുന്നവരാകുന്നു. അടുത്തതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സുഹൃത്തുക്കളെ. അള്ളാഹു ഈ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞു, വല്ലദേനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. മുഖ്യസ്ഥാനങ്ങളെ അവർ സൂക്ഷിക്കും. മുഖ്യസ്ഥാനങ്ങളെ അവർ സൂക്ഷിക്കും. അവിടെ പരാജയപ്പെട്ടാൽ എല്ലായിടത്തും പരാജയപ്പെടും സുഹൃത്തുക്കളെ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞാൻ വെറുതെ പറഞ്ഞില്ല, വ്യക്തി ജീവിതത്തിൽ എല്ലാവരും പരാജയപ്പെട്ടു പോകുന്ന കാര്യം. രണ്ട് വികാരങ്ങൾ, അതിൽ മനുഷ്യന് ഭയങ്കര സന്തോഷം കിട്ടും. രണ്ട് കാര്യത്തിൽ. ഒന്നെന്താ അറിയും? മറ്റുള്ളവനെ പറ്റി ഇങ്ങനെ അപരാധങ്ങൾ പറയാം. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഏതെങ്കിലും ഒരുത്തൻ എങ്ങനെ വിഷയം എടുത്തിട്ട് വർത്താനം പറയുമ്പോൾ എന്തൊരാവേശമായിരിക്കും. അതിലൊരു താല്പര്യമുണ്ട്. മറ്റൊന്ന് വികാരം. എന്തെങ്കിലും ഒന്നിനോട് വായ നോക്കി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ എന്തെങ്കിലും തോന്നിയാസം കാണുമ്പോൾ, അല്ലെങ്കിൽ പോസ്റ്റർമൊക്കെ നോക്കി നിൽക്കുമ്പോൾ, അങ്ങാടിയിൽ ഇങ്ങനെ വായിക്ക് നോക്കി നിൽക്കുമ്പോൾ അതിലൊരു ആസ്വാദനമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ആർ തന്റെ മുഖ്യസ്ഥാനത്തെയും തന്റെ നാവുകളെയും സൂക്ഷിക്കുന്നുവോ അവൻ നിൽക്കുന്നു. എല്ലാ തലമുറകളെയും നശിപ്പിച്ച അതാണ്. ചെറുപ്പക്കാരെ കുറിച്ച് പറയുമ്പോൾ ഈ 14 വയസ്സ് മുതലുള്ള നമ്മുടെ കുട്ടിയാണ്. ഞാൻ എല്ലാ രക്ഷിതാക്കളോടും പറയാം, നിങ്ങൾ കുട്ടികളുടെ കാര്യങ്ങളിലെല്ലാം നോക്കൂ. സിനിമക്ക് പോകുന്നുണ്ടോ, മൊബൈലിൽ സിനിമ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും ലഹരി ഉണ്ടോ, അവൻ്റെ കണ്ണ് ചുവന്നു വരുന്നുണ്ടോ, അവന് കഞ്ചാവുണ്ടോ, ഒക്കെ നോക്കും. അതൊക്കെ നോക്കണം. പക്ഷെ നിങ്ങൾ കാണാത്തൊരു ലോകമുണ്ട്. എന്താ അറിയും? ഒരു 10-14 വയസ്സാകുമ്പോഴേക്കിനും അവൻ്റെ ഹോർമോൺ പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഈ ഇടീക്കൂടി പോകുമ്പോൾ ഇത് ദീനീ ക്ലാസ്സിന് വന്ന 60 പെൺകുട്ടികളിൽ അവിടെ ക്ലാസ് എടുക്കുന്ന ടീച്ചർ ചോദിച്ചു, ചുണ്ട് ചോപ്പിക്കാത്ത ലിപ്സ്റ്റിക് ഇടാത്ത കുട്ടികളൊക്കെ ഒന്ന് കൈപൊന്തിക്കുക. 3 ആളെ കൈപൊന്തിച്ചു. ലോകത്തിന്റെ മാറ്റം മനസ്സിലാക്കാനാണ് ഞങ്ങൾ 3 പെൺകുട്ടികളല്ലാത്ത കുട്ടികൾ മുഴുവൻ ദീനീ പരിപാടിക്ക് വന്ന കുട്ടികളിൽ 57 കുട്ടികളും ലിപ്സ്റ്റിക്കാണ്.
കോസ്മെറ്റിക്സ് ഉപയോഗിക്കാത്ത, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാത്ത പെണ്ണുങ്ങളില്ല. എന്നിട്ട് ഏത് കോലത്തിലാ സഹോദരങ്ങളെ ഇറങ്ങുന്നത്? ഏത് കുപ്പായത്തിന് കയ്യില്ല, മാറില്ല, ഒന്നുമില്ല, എല്ലാം സുതാര്യമായി കാണുന്ന സംവിധാനങ്ങൾ. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് നിങ്ങൾ ഈ ചെറുപ്പക്കാർ കുട്ടികൾ പോകുന്നത്. പിന്നെ ഓരോ കയ്യിലുള്ള മൊബൈൽ വേറെ. ഇതിലൂടെ അവർ എന്തായിരുന്നാലും ലൈംഗിക വൈകൃതങ്ങളിൽ പെട്ടുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കണ്ടോ? നമ്മൾ ആരെങ്കിലും അറിയില്ല. എപ്പോഴാ അറിയാങ്ങൾ അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അറിയുന്ന രണ്ട് സന്ദർഭമുണ്ട്. ഒന്ന്, ഈ രോഗം കലശലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കഴിയൂല. MBBS കഴിയേണ്ട സമയത്തും ഇപ്പം 3-ാം വർഷത്തിലാണ്. 26ാമത്തെ റാങ്കിൽ മെഡിസിന് കിട്ടിയ ആളാണ് അവർ. ഒരുമയാലെ ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം. ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമാ മനുഷ്യ സാഗരം. വെറുതെയല്ല പൊരുതിടാൻ നമുക്ക് നന്മ നേടുവാൻ. ഒരുമയാലെ ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം. ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമാ മനുഷ്യ സാഗരം. വെറുതെയല്ല പൊരുതിടാൻ നമുക്ക് നന്മ നേടുവാൻ. മാന്യത മറന്ന് മക്കളോടു വഴികളിൽ സദാ ഊര് ചുറ്റിടുന്ന കാഴ്ച കണ്ട് വേദനിച്ചു നാം. ലക്ഷ്യമോ തുലച്ച് ക്യാമ്പസിൽ വരുന്ന കുട്ടികൾ ലക്ഷ്യവും മറന്ന് ലഹരി തിന്നു മരണവലയില. ഒരുമയാലെ ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം. സ്നേഹമെന്ന ട്രാപ്പിലാക്കി പെൺകൊടികൾ എത്രയോ കയറിലും വിഷത്തിലും പൊലിഞ്ഞു മൺമറഞ്ഞു പോ. ഞാൻ സ്വതന്ത്രനെന്ന് ചൊല്ലി നിയമപരിധി സർവ്വതും മറികടന്ന യുവതയിൽ മതം അതില്ല ദൈവവും. ഒരുമയാലെ ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം. അണഞ്ഞിടാത്ത സ്ക്രീനുകൾ പകർന്ന വൈകൃതങ്ങളിൽ മനം തകർന്ന രോഗികൾ അനേകമിന്നു ക്യാമ്പസിൽ. തോൾപിടിച്ച് സ്നേഹമാൽ തുണച്ചിടേണ്ട സ്നേഹിതൻ ഇടിമുറിക്ക് കാവലായതെത്ര വലിയ സങ്കടം. ഒരുമയാലെ ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം. ഇരുൾ നിറഞ്ഞ ക്യാമ്പസിൽ വെളിച്ചമായി ജ്വലിച്ചിടാൻ വിസ്ഡം സ്റ്റുഡൻസ് വിളിച്ചിടുന്നു നമ്മളൊത്തു ചേരുവാൻ. ഒരുമയാലെ ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം. ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമാ മനുഷ്യ സാഗരം. വെറുതെയല്ല പൊരുതിടാൻ നമുക്ക് നന്മ നേടുവാൻ. ഒരുമയാലെ ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം. ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമാ മനുഷ്യ സാഗരം. വെറുതെയല്ല പൊരുതിടാൻ നമുക്ക് നന്മ നേടുവാൻ. ഒരുമയാലെ ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം. ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമാ മനുഷ്യ സാഗരം. വെറുതെയല്ല പൊരുതിടാൻ നമുക്ക് നന്മ നേടുവാൻ. മാന്യത മറന്ന് മക്കളോടു വഴികളിൽ സദാ ഊര് ചുറ്റിടുന്ന കാഴ്ച കണ്ട് വേദനിച്ചു നാം. ലക്ഷ്യമോ തുലച്ച് ക്യാമ്പസിൽ വരുന്ന കുട്ടികൾ ലക്ഷ്യവും മറന്ന് ലഹരി തിന്നു മരണവലയില. ഒരുമയാലെ ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം. സ്നേഹമെന്ന ട്രാപ്പിലാക്കി പെൺകൊടികൾ എത്രയോ
കയറിലും വിഷത്തിലും പൊലിഞ്ഞു മൺമറഞ്ഞു പോ. ഞാൻ സ്വതന്ത്രനെന്ന് ചൊല്ലി നിയമപരിധി സർവതും മറികടന്ന യുവതയിൽ മതം അതില്ല ദൈവവും. ഒരുമയാലെ ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അതിനൊരു അപകടത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യക്തി ജീവിതത്തിൽ ദീനിന്റെ കാര്യങ്ങൾ പാലിക്കാതിരുന്നാൽ അപകടം. അതാണ് അള്ളാഹു വിജയത്തിന്റെ മാനദണ്ഡമായി നമ്മുടെ സ്വകാര്യതകളെ സൂക്ഷിക്കുന്നത്. ഞാൻ ആ പയ്യന്റെ കാര്യം പറഞ്ഞില്ലേ, 26ാം റാങ്ക് ആയിട്ട് ഓൾ ഇന്ത്യ എൻട്രൻസിൽ കിട്ടിയ കക്ഷി. ഇപ്പൊ അവൻ ഒരു പേപ്പറും എഴുതാൻ പറ്റണില്ല, അവന് പഠിക്കാൻ പറ്റണില്ല. അവനിപ്പോ അവസാനം പ്രിൻസിപ്പൾ വാൺ ചെയ്തതാണ് എന്ത് അറിയോ, ഈ പരീക്ഷ തോറ്റാൽ പിന്നെ ഡോക്ടർ ആവൂല. ആലോചിക്കണം നിങ്ങൾ, നമ്മുടെ കുട്ടികൾ ഈ അപകടത്തിൽപ്പെട്ടാൽ അവരെ പിന്നെ ഒന്നിനും പറ്റൂല, ഒരു കാര്യത്തിനും പറ്റില്ല. അത് അത്രമാത്രം ഒരു കുട്ടിയെ നശിപ്പിച്ച് കളയുന്നത്. അതുപോലെ പഠനമൊക്കെ നിൽക്കുമ്പോൾ ഇനി അപ്പം മനസ്സിലായില്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കും മനസ്സിലാവും. അത് വിവാഹം കഴിക്കുന്നത് വരെ വാപ്പക്കും ഉമ്മക്കും ഇവന്റെ സ്വകാര്യതകൾ മനസ്സിലാവൂല. എന്നാൽ കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടിക്ക് മനസ്സിലാവും. 2 ദിവസം കൊണ്ട് ഓക്ക് മനസ്സിലാവും ഇവന്റെ പരിപാടി എന്താണ്. സ്വകാര്യമായ ലൈംഗിക രംഗത്തെ വീഴ്ചകളും വൈകൃതങ്ങളുമുള്ള ഒരുത്തൻ അതുണ്ട് എന്ന് ഒരിക്കലും അവന്റെ ഭാര്യക്ക് മനസ്സിലാവാതിരിക്കില്ല. അപ്പൊ അതോടുകൂടെ തീർന്ന് പിന്നെ നിങ്ങളുടെ മകൻ ഒരു വിവാഹ ജീവിതം സാധ്യമാവൂല. ഒരു പെണ്ണും അങ്ങനത്തെ ഒരു പുരുഷന്റെ കൂടെ സഹിച്ച് ജീവിക്കാൻ ഒരു പെണ്ണും തയ്യാറാവൂല. ഞാൻ പറയുന്നത് ഈ ഒരു വ്യക്തിപരമായ സൂക്ഷ്മത. ഇനി നോക്ക്, നിങ്ങൾ കല്യാണം കഴിച്ച ഒരാൾക്ക് സംഭവിച്ചാലോ, കഴിഞ്ഞു. അതായത് ഒരു സ്ത്രീ എന്തും സഹിച്ചൊരു ഭർത്താവിന്റെ കൂടെ നിൽക്കും. പക്ഷെ അയാൾ മറ്റൊരു പെണ്ണിന് ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരിക്കലും അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അതാണ് പരാജയം. വിജയമുണ്ടാവണോ, നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ സൂക്ഷ്മത നമുക്ക് വേണം. ഒരു ഉദാഹരണം മാത്രം ഞാൻ അതിനു വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ. വ്യക്തി ജീവിതത്തിൽ ദീന് കൊണ്ടുനടക്കുന്ന സുഹൃത്തുക്കൾ, അവിടെ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ ഉണ്ടെങ്കിൽ മനുഷ്യന്മാരല്ലേ, നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കും. അള്ളാഹു നമുക്ക് സ്വർഗം തരും. നരകത്തെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് സ്വർഗം തൊട്ടടുത്തുണ്ട്. ഇതിനെ തൊട്ടടുത്തുണ്ട് എന്ന് പറയണത് ആ സ്വർഗക്കാർക്ക് ആ സ്വർഗം ഇങ്ങനെ ആഗ്രഹിക്കാൻ തക്ക വിധം അവർക്കത് കാണാൻ പറ്റും, ആഗ്രഹിക്കാൻ പറ്റും. ഞങ്ങൾ ഇനി അതിലേക്കാണ് പോകണമെന്നുള്ള സന്തോഷം അവർക്ക് ഉണ്ടാകാൻ പറ്റും. എന്നിട്ട് അള്ളാഹ് ആ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന സത്യവിശ്വാസികളെ, മുത്തക്കീങ്ങളെ നോക്കിയിട്ട് അവരെന്തേ സ്വർഗത്തിന്റെ മുന്നിൽ എത്തിയെന്ന് പറഞ്ഞു തരാണ്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി പശ്ചാത്തപിക്കുന്ന മനസ്സോടുകൂടെ ഭക്തിയോടെ അല്ലാഹുവിലേക്ക് അവർ വന്നു. അതാണ് അവർക്ക് സ്വർഗം കിട്ടാൻ കാരണം. മാത്രല്ല പടച്ചോനെ പേടിച്ചു, ആൾക്കാരെ പേടിച്ചിട്ടല്ല. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. അല്ലാഹുവിനെ അദൃശ്യമായി അല്ല എവിടെ വെച്ചും എന്നെ കാണുമെന്ന് പേടിച്ച് ജീവിച്ചു. നല്ല അള്ളാഹുവിലേക്ക് മടക്കമുള്ള ഖേദമുള്ള ഒരു മനസ്സുമായി അവൻ വന്നു. അതുകൊണ്ട് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് കേറിക്കൊള്ളുക, നിങ്ങൾ അതിൽ ശാശ്വതന്മാരായിരിക്കും. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ഉദ്ദേശിക്കുന്നതൊക്കെ അവിടെ കിട്ടും, കേറിക്കോളി എന്ന് പറയും. ഇപ്പൊ സുഹൃത്തുക്കളെ ഖേദിച്ച് മടങ്ങുക, പശ്ചാത്തപിച്ച് മടങ്ങുക, പാപങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ വിശുദ്ധമാക്കുക. അല്ല വിജയം തരും. വ്യക്തി വിജയിക്കണമെങ്കിൽ അത് വേണം. ഇനി കുടുംബമാണെങ്കിലോ, കുടുംബത്തിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ സമാധാനം. ഞാൻ പറയണത്, കുടുംബജീവിതം വിജയിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും വിജയിക്കില്ല. കുടുംബജീവിതം വിജയിക്കണം. അത് ഞാൻ പ്രസംഗിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായി കാണുന്ന എന്താണ്? എൻ്റെ മോൾക്ക് നല്ലൊരു ഭർത്താവ് വേണം. ആ നല്ലൊരു ഭർത്താവിനെ കിട്ടാനാണ് അവളെ പഠിപ്പിച്ചത്, ജോലിട്ടാനല്ല. ജോലിക്കോള് പോയാലും പ്രശ്നമല്ല, പോയാലും പ്രശ്നം. നല്ലൊരു ഭർത്താവ് വേണം. അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നല്ലൊരു ഭർത്താവ് കിട്ടുള്ളൂ, അല്ലേ?
അവൾക്ക് ദീന് വേണം. അപ്പോഴേ ദീനുള്ള ഒരു ഭർത്താവിനെ കിട്ടുള്ളൂ. ഒരു മകൾക്ക് ഒരു ഭർത്താവിനെ കിട്ടിയാൽ അവൾ സുരക്ഷിതമായി. ഈ ഭൂമിയിൽ നമുക്ക് പിന്നെ അവളെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതേ ഇല്ല. ആ ഭർത്താവ് ഗുണമല്ലെങ്കിലോ, അവൻ ഉത്തരവാദിത്തമില്ലാത്തവനാണെങ്കിലോ സങ്കടക്കടലല്ലേ സുഹൃത്തുക്കളെ മരിക്കണത് വരെ. എത്ര രക്ഷിതാക്കളുടെ മക്കളെ കെട്ടിച്ചിട്ട് അത് വിചാരിച്ച പോലെ ആവാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന എത്ര ആളുകളുണ്ട്. അതാണ് പ്രശ്നം. കുടുംബ ജീവിതമാണ് പ്രധാനം. ഇനി ഒരു മകന്റെ കാര്യം എടുത്തോളിങ്ങൾ. ആ മകന്റെ വിജയം എന്തിലാണ്? ഭാര്യയുടെ കാര്യത്തിലാണ്. അവന് നല്ലൊരു പെണ്ണല്ല അവന്റെ കൂടെയെങ്കിൽ ആ മകൻ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആ മകൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. മനസ്സിലായി? ഒരു ഉമ്മ എപ്പോഴും എന്നോട് സങ്കടം പറയും. മനസ്സിലായി? കല്യാണം കഴിച്ചതിന് ശേഷം ഒരു സമാധാനം ആ മകൻ അമ്മക്ക് കൊടുത്തിട്ടില്ല. ഇത് സത്യമാണ്. ഒരു സമാധാനം കൊടുത്തിട്ടില്ല. കാരണം അത്ര വൃത്തികെട്ടവളാണ് അവന്റെ ഭാര്യ. മനസ്സിലായി? അങ്ങനെയാണ് അവന്. അങ്ങനെ മാറ്റിയാൽ മാറാൻ പറ്റുമെന്ന് വെച്ചാൽ മാറാൻ പറ്റൂല. പക്ഷേ ഉമ്മ അവന് വേണ്ടിയാണ്. എത്ര മക്കളുണ്ടെങ്കിലും ഉമ്മക്ക് അത്ര ഇഷ്ടമായിരുന്നു അവന്. അവൻ എന്ത് ചെയ്താലും ഇപ്പോഴും ഉമ്മ അവനെ പറ്റി കുറ്റം പറയാൻ ഉമ്മക്കൊരു വിഷമാണ്. പക്ഷെ അവനെ മാറ്റി, എത്രയോ സങ്കടപ്പെടുത്തി, എത്രയോ പ്രയാസങ്ങൾ ആ ഉമ്മക്കുണ്ടായി. ഭാര്യ നന്നായില്ലെങ്കിൽ നിങ്ങളെ മകൻ നിങ്ങളതാവൂല. ആ മകനിൽ നിന്ന് നിങ്ങൾക്കൊരു ഗുണം കിട്ടും. അവന്റെ അടുത്തൊന്ന് പോയി താമസിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു 2 ദിവസം. ഗുണമില്ലാത്തൊരു ഭാര്യയാണ് അവൻ്റെതെങ്കിൽ 2 ദിവസം അവിടെ പോയി നിൽക്കാൻ പറ്റും. മകൻ പോകും, മകൾ പോകും. അപ്പൊ സുഹൃത്തുക്കളെ, നല്ലൊരു വിവാഹമാണ് ആവശ്യം, നല്ലൊരു കുടുംബമാണ് ആവശ്യം. അതിനാണ് അള്ളാഹു അത് വെച്ചത്. അത് മറ്റൊന്നുകൊണ്ട് കിട്ടൂല, വേറൊന്നുകൊണ്ട് കിട്ടൂല. നമ്മൾ എപ്പോഴും ആലോചിച്ച് നോക്കും, നിങ്ങൾ പരസ്പരമുള്ള എല്ലാ ബന്ധങ്ങളിലും ചില കാരണങ്ങളുണ്ട് അല്ലെ? ചില കാരണങ്ങളാണ് ആ ബന്ധങ്ങൾക്ക് പിന്നിലുള്ളത്. അയൽവാസികൾ തെറ്റാറില്ലേ? ഗുണങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ബന്ധം നിലനിൽക്കും, ദ്രോഹം ചെയ്താൽ നമ്മൾ തെറ്റും. അങ്ങനെയല്ലേ സംഭവിക്കാം. എന്നാൽ സുഹൃത്തുക്കളെ, എന്തു വന്നാലും അതിനെയെല്ലാം അതിജീവിക്കാൻ പറ്റുന്ന ഒരു സ്നേഹം അത് അല്ലാഹു ഭാര്യ ഭർത്താക്കന്മാർക്കേ കൊടുത്തിട്ടുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാർക്കേ കൊടുത്തിട്ടുള്ളൂ. തന്റെ കാര്യം ഒരാൺകുട്ടിയും പെൺകുട്ടിക്കും പ്രേമുണ്ടായി. അപ്പോ പ്രേമത്തിന്റെ ആ വൃത്തികേടുകൾക്കിടയിൽ അവർ പിടിക്കപ്പെട്ടു. ഇപ്പൊ രണ്ടാളി ഞാൻ എൻ്റെ മുന്നിലെത്തിയപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ സാറേ, ഇതൊന്നും എനിക്ക് അത്ര ഗൗരവത്തിൽ അറിയില്ല. ഇപ്പൊ ഈ ആണുങ്ങളൊക്കെ നമ്മളെ മിസ്യൂസ് ചെയ്യാനാണ് ഈ പ്രേമമായിട്ട് വരുന്നതെന്ന് ഞമ്മക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഓൻ എങ്ങനെയൊക്കെ ഓളെ ദുരുപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളൊക്കെ മനസ്സിലാവും. മനസ്സിലായില്ലേ? അന്നു രാത്രിയും എൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് പിന്നെയും അവൻ മെസ്സേജ് അയച്ചു. പക്ഷെ അവൾ ആ മെസ്സേജിനോട് പ്രതികരിച്ചില്ല. പക്ഷെ അവൻ പിറ്റേന്ന് വന്ന് ചോദിക്കുമ്പോൾ അവൻ ഇപ്പോഴും ആ മനസ്സിൽ അത് പോയിട്ടില്ല. അപ്പൊ അവൾ പോകുകയാണ് എന്ന് അറിയുമ്പോൾ അവന് സങ്കടം, അവനാകെ ഡിപ്രഷൻ, മാനസിക നില തെറ്റുന്നു. എന്തിപ്പത്ര വരാൻ കാരണം സുഹൃത്തുക്കളെ, ആ സ്നേഹത്തിന് വല്ലാത്തൊരാഴമുണ്ട്. മനസ്സിലായി? അതൊന്നും പ്രായം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നും ഉണ്ടാണ് സ്നേഹമല്ല. മനസ്സിലായി? വയസ്സാകും തോറും ആ സ്നേഹം ഏറ്റവും ശക്തമായി വരും. എന്താ അത് കാരണം എന്നറിയങ്ങൾ? പ്രായമാകുമ്പോഴാണ് മനസ്സിലാകുക എനിക്ക് ഇവളുള്ളൂ. പ്രായമാകുമ്പോഴാണ് മനസ്സിലാകുക എനിക്ക് ഇവനുള്ളൂ. ഇപ്പൊ മനസ്സിലാവൂല. ഇപ്പൊ പെണ്ണുങ്ങളെ ഒരു കാര്യം ശ്രദ്ധിക്കാതെ രാവിലെ നീച്ച് സർക്കിട്ട് പോയി എപ്പോഴെങ്കിലൊക്കെ വന്ന് അവളെ 4 ചീത്തയും പറഞ്ഞ് നടക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ട്. ഓരൊക്കെ മനസ്സിലാവും എന്തെങ്കിൽ കുറച്ച് പ്രായമാവുമ്പോൾ ഇവളെ എനിക്കുള്ളൂ എന്ന്, ഇവനെ എനിക്കുള്ളൂ എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ. സമാധാനം. ആ സമാധാനം എന്താണ്? ആ പരസ്പരമുള്ള സ്നേഹത്തിൽ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിനൊരു സമാധാനം കിട്ടും. മറ്റാരോടും പറയുമ്പോൾ അത് കിട്ടൂല. ആരോട് പറഞ്ഞാലും സമാധാനം കിട്ടും. പക്ഷെ ഹൃദയത്തിൽ ഒരു സ്നേഹമുള്ള ഭാര്യയോട് പറയുമ്പോൾ, ഭർത്താവിനോട് പറയുമ്പോൾ അത് വേറൊരു സമാധാനമാണ്. ആ സമാധാനം തരാൻ ഭൂമിയിൽ മറ്റൊരു വ്യക്തിക്കും ആവില്ലെന്നാണ് വസ്തുത. പക്ഷെ സുഹൃത്തുക്കളെ, ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ആ ബന്ധങ്ങളിൽ തകരാണ്ട് ഒരായത്ത് ഞാൻ പറഞ്ഞോട്ടെ, സമയത്തിന്റെ പരിമിതിയിൽ നിന്നിട്ട്. ഈ ജാഹിലിയ കാലത്ത് ഒരു പരിപാടി ഉണ്ട്. എന്താ കാര്യങ്ങൾ? ഓർക്ക് കുറേ ഭാര്യമാരുണ്ടാവും. കുറിച്ച് വേറൊരു പെണ്ണിനെ നിങ്ങളുടെ ഒഴിവാക്കി എങ്ങനെയെങ്കിലും പോയി കിട്ടാൻ വേണ്ടി ഓളെ പരമാവധി ബുദ്ധിമുട്ടാക്കും. അങ്ങനെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഇടങ്ങേറായിട്ട് അവൾ ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ ആ സമയത്ത് ഓൾക്ക് കൊടുത്ത മഹറും കൂടി വാങ്ങിക്കും. എങ്ങനെയൊക്കെ ഓളെ ഇടങ്ങേറാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇടങ്ങേറാക്കിയിട്ട് പറഞ്ഞേക്കാം. അപ്പൊ ഖുർആൻ ചോദിക്കുന്ന 2 ചോദ്യമുണ്ട്.
എന്തായാലും എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എന്താ ഫഖദ് അഫ്ലാ ബഅലുക്കും നിങ്ങൾ അങ്ങോട്ടും ഇഴുകി ജീവിച്ചവരല്ലേ? എത്രമാത്രം നിങ്ങൾ അടുത്തു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. ഞാൻ പറയും, ബാത്റൂം കയറുമ്പോൾ 2 ബ്രഷ് ഉണ്ട്, അല്ലെങ്കിൽ 4 ബ്രഷ് ഉണ്ട് ബാത്റൂമിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ സംശയം, ആരൊക്കെ ബ്രഷാണ്, നമ്മളെ ബ്രഷ് ഏതാന്ന് നമുക്ക് മനസ്സിലാകണില്ല. അപ്പൊ നമ്മൾ പിന്നെ തേക്കും, നമ്മൾ പല്ലേക്കൂല. എന്നാൽ ഞാൻ അങ്ങോട്ട് പറയുന്നു, നിങ്ങളുടെ ഭാര്യന്റെ ബ്രഷ് മാത്രം ഒരിടത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ, ഇതോളതാണോ ഇതിൻ്റെതാണോ? ഒരു പക്ഷേ നിങ്ങൾ അവളുടെ ബ്രഷ് കൊണ്ടും നിങ്ങൾ പല്ലു തേച്ചേക്കും. ഇത് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് എന്ത് ചെയ്തു വെച്ചാൽ അറാക്ക് കണ്ടപ്പോൾ ഒന്ന് പല്ല് തേക്കണം എന്ന് ആഗ്രഹം. മരണ ദിവസത്തിലാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ആംഗ്യം കാണിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ അറാക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു, ആദ്യം പല്ല് എടുത്തിട്ട് നബിന്റെ പല്ല് വൃത്തിയാക്കി കൊടുത്തു. അതുകൊണ്ടാണ് എൻ്റെ ഉമിനീരും റസൂലുള്ളാഹിന്റെ ഉമിനീരും തമ്മിൽ കൂടിക്കലർന്നു എന്ന് പറഞ്ഞു. അവസാനമായി ഞങ്ങളുടെ ഉമിനീരുകൾ കൂടിക്കലർന്നു. അതിന് പറ്റും. അത്ര ബന്ധമുള്ള ഒരു പെണ്ണിനെ ഇത്ര കാലം ഹലാലാക്കി കൂടെ നിർത്തിയിട്ട് ഓളോട് പോകാൻ പറയുമ്പോൾ ഒരു ദയയുമില്ലാതെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? ആ ഒരു ചോദ്യം. അത്ര ഇടപഴകിയ ഒരു പെണ്ണിനോട് ക്രൂരമായി പെരുമാറാൻ ഒരു ദയയുമില്ലാതെ എത്ര പെണ്ണുങ്ങളാ സുഹൃത്തുക്കൾ ഭർത്താക്കന്മാർ കാണിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് സങ്കടപ്പെട്ട് ചെയ്യാൻ പാടുണ്ടോ? എത്രമാത്രം അടുത്ത ബന്ധമുള്ളതാണ്. രണ്ടാമത് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? നിങ്ങൾ എങ്ങനെ അവരോട് മോശമായി പെരുമാറും? ശക്തമായ ഒരു കരാറ് ആ പെണ്ണുങ്ങൾ നിങ്ങളിന്ന് വാങ്ങിയിട്ടില്ലെന്നാണ്. ശക്തമായ ഒരു കരാർ. ഏതാ സുഹൃത്തുക്കളെ കരാർ? ചില സമുദായത്തിലൊക്കെ തരും, കെട്ടിച്ചൻ പറഞ്ഞയച്ചാൽ പിന്നെ ഓളെ തിരിച്ചുകൊണ്ടുവരും. ഓക്കുള്ള ചട്ടിയും പാത്രമൊക്കെ കൊടുത്തിട്ടാ പറഞ്ഞയക്കാം. ഒരു പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞാൽ അവളത് കഴിഞ്ഞു എന്നാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ എങ്ങനെയാ വെച്ചാൽ ഒരു പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഒഴിവാക്കിയാൽ അവൾ പഴയ രക്ഷിതാവിലേക്ക് വരും. വാപ്പല്ലേ അവളുടെ വലിയ, അല്ലെങ്കിൽ ആങ്ങളല്ലേ വലിയ, ആ വലിയിലേക്ക് വരും. എന്നാൽ ഇന്ന് കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി 10 ദിവസം വന്നു നിന്നാൽ പലർക്കും അത് ബുദ്ധിമുട്ടാണ്. അവൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടെ നിൽക്കാൻ അവകാശപ്പെട്ടവളല്ലേന്ന് അവൾക്ക് തന്നെ തോന്നും. കാരണം വിവാഹം ഒരു ഏറ്റെടുക്കലാണ്. പിന്നെ അവൾക്ക് അവനാണുള്ളത്. പക്ഷെ അങ്ങനെ കരാറ് ചെയ്ത് ഏറ്റെടുത്ത പെണ്ണിനോട് നീതി കാണിക്കാത്തവൻ, ദയ കാണിക്കാത്തവൻ, കരുണ കാണിക്കാത്തവൻ എത്ര വലിയ ക്രൂരൻ. ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത്, ഈ സ്ത്രീകൾ നിങ്ങൾ ഏറ്റെടുത്ത അമാനത്താണ്, അതിന് നിങ്ങൾ സംരക്ഷിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു കുടുംബ ജീവിതത്തിന്റെ വിജയമാണ് ഏറ്റവും വലിയ വിജയം. ഭർത്താക്കന്മാരോട് കടമുണ്ട്, ബാധ്യത ഉണ്ട്, മനസ്സിലായി? അതിന് സ്വർഗമുണ്ട് സുഹൃത്തുക്കളെ. ഭർത്താവിനെ അനുസരിക്കുന്നതിന് സ്വർഗമുണ്ട്. സ്വർഗത്തിന്റെ ഏത് കവാടവും അവർക്ക് കിട്ടാനുള്ള കാരണമാണ് ഒരു ഭർത്താവിന് ചെയ്യുന്ന സേവനം. അത് മനസ്സിലാക്കണം. അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലായാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഭർത്താവിന്റെ കൂടെ നിൽക്കാമെന്ന് അവർ തീരുമാനിക്കും. ഞാൻ പറയും, അവസാനത്തെ പരിഹാരമാണ് സുഹൃത്തുക്കളെ ത്വലാഖ്. ഏറ്റവും അവസാനത്തെ പരിഹാരം. നിങ്ങൾ വേഗം കാര്യം തീർത്തില്ലെന്ന് എല്ലാവരും പറയില്ല നമ്മുടെ കുടുംബത്തിൽ. ഇനി എന്തിനാ വെച്ചേക്കണ്? കാര്യം തീർക്കാൻ പറയാൻ എത്ര ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. തീർപ്പിക്കലാണ് അവസാനം, ഇഷ്ടമില്ലാത്തവരെ തീർപ്പിക്കൽ. ഞങ്ങളുടെ പറയാം, അവസാനത്തെ പരിഹാരമാണ് ത്വലാഖ്. ത്വലാഖായി പിരിയേണ്ടതില്ലാത്ത 2 ആള് പിരിഞ്ഞാലേ അവർക്ക് ജീവിതമല്ല. പിന്നെ എന്താണ്? അവരുടെ മനസ്സിൽ അവർക്കു തന്നെ ജീവിക്കാമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ ഒരാളൊപ്പം അവർ ജീവിച്ചാൽ ശരിയാവൂല. ഞങ്ങൾ 2 ആളും ഇനി ജീവിച്ചാൽ ശരിയാവൂല എന്ന് 100% അവർക്ക് ഉറപ്പാകുന്നത് എപ്പോഴാണോ, ആ ഉറപ്പാകുമ്പോ പിരിഞ്ഞ ഒരു പ്രശ്നമല്ല, 2 ആൾക്കും 2 ജീവിതം കിട്ടും. അതുകൊണ്ട് അവസാനത്തെ പരിഹാരം അവസാനം മാത്രമേ എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒരു കുടുംബ ദാമ്പത്യത്തിന്റെ വിജയം നമ്മുടെ ജീവിത സമാധാനത്തിന്റെ, ദീൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു നല്ല കുടുംബ ജീവിതത്തിനുള്ള മാർഗനിർദ്ദേശം നിങ്ങൾ കേൾക്കണം, അത് നിങ്ങൾ പഠിക്കണം, അത് നിങ്ങൾ അറിയണം. ഈ മഹല്ല് സംഗമങ്ങളിലും ഫാമിലി കോൺഫറൻസുകളിലും നമ്മുടെ പീസ് റേഡിയോയിലും എല്ലാം കുടുംബങ്ങൾ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് ശ്രമിക്കണം. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മക്കളാണ്. മക്കളെ കാര്യത്തിൽ നമ്മളെല്ലാവരും ജാഗ്രതയുള്ളവരാവണം. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മളെ മക്കളെ, ഒരു സംശയവുമില്ല. ഞാൻ പലപ്പോഴും പറയും, ഇന്നത്തെ ചെറുപ്പക്കാരെ എങ്ങനെ നേരാകാൻ വെറുതെ പറയാം സുഹൃത്തുക്കൾ. നിങ്ങൾ ഓരോ വീട്ടിൽ നിന്നുള്ള ചെറുപ്പക്കാരെടുത്ത് വേറെ പരിശോധിക്കും. എൻ്റെ ഒരു സുഹൃത്ത് ഒരു +2 അധ്യാപകൻ. അപ്പൊ അദ്ദേഹം, ഞാനൊരു യാത്രക്ക് പോയപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഇടങ്ങാറായപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു ഒഴിവുണ്ടല്ലേക്ക് മൂപ്പരെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആ കൂട്ടത്തിൽ അയാൾ പറഞ്ഞൊരു കാര്യം
എന്നെ വല്ലാതെ ഇങ്ങനെ ഈ ഗവൺമെന്റ് +2 ആവുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ കിട്ടും. അപ്പൊ ഇതുവരെ അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് എങ്ങനെയാ വെച്ചാൽ അയാൾ പറയാം, നമ്മൾ അറബി പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ് ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ സീരിയസ് ആയിട്ട് പുസ്തകം കൊണ്ടുവരും, ഒക്കെ പഠിക്കും, കേൾക്കും, പറഞ്ഞാലേക്കൊരു ശ്രദ്ധ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് കിട്ടിയ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു കുട്ടി പോലും നമ്മൾ ക്ലാസ്സിൽ വരുന്നത് ശ്രദ്ധിക്കാനോ പറയണത് കേൾക്കാനോ ഒന്നും തയ്യാറില്ല. അപ്പൊ എന്താണ് ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ഓക്കെ, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിന്റെ കുട്ടികൾ ഒന്നും ഗുണമില്ല. അപ്പൊ എന്താ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്നുമില്ല, ഞാൻ ആദ്യം പഠിപ്പിച്ച സ്ഥലത്ത് കുറച്ച് മുജാഹിദ് ജമാഅത്ത് പള്ളികളൊക്കെ ഉണ്ട്. അവിടുത്തെ വാപ്പാരുപോലൊക്കെ അവിടെ ജുമാക്കും ജമാഅത്തിനൊക്കെ വരും, കുറച്ച് കുത്തുബിയും പ്രസംഗമൊക്കെ കേൾക്കും. അപ്പൊ അതിന്റെ ഒരു ഗുണം ആ വീടുകളിലുണ്ട്. അവിടുന്ന് വരുന്ന കുട്ടികൾക്കും ആ ഒരു അച്ചടക്കം ഉണ്ട്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുഴുവൻ മുസ്ലിം വീടുകളും യാഥാസ്ഥിക കുടുംബങ്ങൾ, യാതൊരുവിധ ബോധവുമില്ലാത്ത ആളുകൾ. അതുകൊണ്ട് ഓരെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ഏതാ, മദ്രസ ഏതാണ്, തിയേറ്റർ ഏതാണ്, അങ്ങാടി ഏതാണ്, ഒരു ബോധവുമില്ലാത്ത ഒരു ജനസമൂഹം. അപ്പൊ ആ കുട്ടികളുടെ മാറ്റം, അപ്പൊ കുട്ടികൾ കിടന്ന സൂത്രം നമ്മളെ കൊണ്ടാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സംസ്കാരം, അവിടുന്ന് ഒരു നല്ല കുട്ടിയെ വരൂ. നൂഹ് നബി അലൈഹി സ്വലാം ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരു വാക്ക് അവിടെ പറഞ്ഞു. എന്താ അറിയോ? പടച്ചോനെ, ഇവരെ നീ നീട്ടിവെച്ചാൽ, ഇവരെ നീ നശിപ്പിക്കാതെ നീട്ടിവെച്ചാൽ, ഇവരിൽ നിന്ന് പുതിയൊരു തലമുറ വന്നാൽ അവർ താന്തോന്നികളായിരിക്കും. ജനിച്ചിട്ട് പോലുമില്ല കുട്ടികൾ, അടുത്ത തലമുറ ജനിച്ചിട്ടില്ല. ഇവർക്ക് ഇനി കുട്ടികളുണ്ടായാൽ ആ കുട്ടികളും കൂടി നന്നാവൂല. അപ്പൊ കുട്ടികൾ നന്നാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വീടിന്റെ ഗുണം കൊണ്ടാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഗുണം കൊണ്ടാണ്, നമ്മുടെ തെർബീയത്തിന്റെ ഗുണം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നശിച്ചിട്ടുണ്ടോ, നമുക്കാണ് ഉത്തരവാദിത്വം. നമ്മുടെ മഹലിനാണ് ഉത്തരവാദിത്വം, നമ്മുടെ വീടിനാണ് ഉത്തരവാദിത്വം, വാപ്പാക്കാണ് ഉത്തരവാദിത്വം, ഉമ്മാക്കാണ് ഉത്തരവാദിത്വം. അവിടെ സുഹൃത്തുക്കളെ, നല്ലൊരു മഹലിന് വരുമ്പോൾ നല്ലൊരു സമൂഹം സൃഷ്ടിക്കപ്പെടും. ആ സമൂഹത്തിലെ വീടുകളിൽ നിന്ന് വരുന്നവർ അച്ചടക്കമുള്ളവരാകും, ദീനുള്ളവരാകും. ഒരു സമൂഹത്തിലുള്ളവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ അവരെ കൊണ്ട് പറ്റും. അങ്ങനത്തെ ഒരു സമൂഹ സൃഷ്ടിക്ക് നാം ആദ്യം മാറണം. നല്ലൊരു ദാമ്പത്യവും കുടുംബവും പുലരണം. ആ നല്ല കുടുംബങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം തീർച്ചയായും ഈ നാടിന് പുതിയ നന്മകളെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് നമ്മുടെ മഹല്ല് സംഗമങ്ങൾക്ക് തുടർച്ചയുണ്ടാവട്ടെ, നമ്മുടെ വീടുകളിൽ ദീനിന്റെ പുലർച്ചയുണ്ടാവട്ടെ. നമ്മുടെ മഹലിൽ എല്ലാവർക്കും ആവശ്യമുള്ള പ്രായമനുസരിച്ച് കൊടുക്കേണ്ട ക്ലാസ്സുകളും പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സുകളും ആൺകുട്ടികൾക്കുള്ള പ്രത്യേക ബോധവൽക്കരണ ക്ലാസ്സുകളും ചെറിയ പ്രായക്കാർക്കുള്ള പരിപാടികളും ഒക്കെയായി ഏറ്റവും നല്ല ദീനി അന്തരീക്ഷത്തിൽ ഒരു കൂട്ടായ്മ. ആരോടും മത്സരിക്കണില്ല, നമ്മൾ ആരോടും നമുക്ക് മത്സരമില്ല സുഹൃത്തുക്കൾ. എല്ലാവരും നമ്മുടെ ഗുണകാംക്ഷികളാണ്. നമുക്ക് പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ പറയാൻ വേദിയില്ലാതായപ്പോൾ നമ്മൾ വേദി, നമുക്ക് സംതൃപ്തകരമായി നമ്മുടെ ആരാധനകൾ നിർവഹിക്കാൻ അവസരങ്ങളില്ലാതെ വരുമ്പോൾ നമ്മൾ അതിന് അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഇതിൽ മത്സരമില്ല. നന്മയിൽ മാത്രമേ മത്സരമുള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, അതിനു വേണ്ടിയുള്ള മത്സരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹു ഈ നന്മകളെ സ്വീകരിക്കട്ടെ. ഒരു നല്ല മഹല്ലായി, ദീൻ മാതൃകയുള്ള ഇസ്ലാമിന്റെ മാതൃകകൾ ഉൾക്കൊള്ളുന്ന ഒരു മഹല്ലായി നമ്മുടെ വീടുകളെ, ഭവനങ്ങളെ, നമ്മളുമായി ബന്ധപ്പെടുന്നവരെയും അല്ലാത്തവരെയും എല്ലാവരെയും ഒരു ദീനി പരിവർത്തനത്തിന് മാറ്റമുണ്ടാക്കാൻ, അതിന്റെ മുന്നിൽ നടക്കാൻ ഈ പള്ളിക്കും ഈ മഹലിന്റെ സംഘാടകർക്കും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ സംരംഭത്തിൽ പങ്കെടുത്ത നമുക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ. ഈ മഹല്ല് സമ്മേളനത്തിൽ വ്യക്തി, കുടുംബം, സമൂഹം